this afternoon, the worship service, and this afternoon is quite a different experience in my life because I never worship on Friday. Because from my childhood itself, I used to worship on Sunday morning, not afternoon too. So that it's a quite different experience since I am here this morning. ഇന്ന് രാവിലെ കാലം നിങ്ങളോട് ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു. Praise God. A very vibrant worship service this morning. Praise God. And I thank and praise God that God used this young man. Praise God, to worship our Lord and Savior Jesus Christ. I would like to speak a very important message, but at the same time, it's not so important for many people. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു എങ്കിൽ തന്നെയും ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് കാര്യമായി ഗൗരവം കൊടുക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് അല്ല ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് പകൽക്കാലം സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. For that I have selected the scripture portion from the book of John, Gospel according to John chapter 17 verse 1. Someone can read it that. Book of John, Gospel according to John chapter 17 verse 1. Jesus spoke these words, lifted up his eyes to heaven, and said, Father, the hour has come, glorify your Son, and that your Son also may glorify you. Okay. Someone can read it in Malayalam? ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗ്ഗത്തേക്ക് നോക്കി ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗ്ഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ പിതാവേ നാഴിക വന്നിരിക്കുന്നു നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. Praise God. ദൈവത്തിന് സ്തോത്രം. ഇത് പറഞ്ഞിട്ട് യേശു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിൻപിൽ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും ശിഷ്യന്മാർ കർത്താവിനെ വിട്ട് ചിതറിപ്പോകുന്ന അവസ്ഥകളെക്കുറിച്ചുമാണ് അതിൻ്റെ പിൻപിൽ യേശു അവരോട് സവിസ്തരമായി സംസാരിച്ചത്. ദൈവത്തിന് സ്തോത്രം. അത് പറഞ്ഞതിന് ശേഷമാണ് യേശു ഒരു ചെറിയ പ്രാർത്ഥന. ആ യേശുവിൻ്റെ പ്രാർത്ഥനയാണ് നമുക്ക് 17-ാം അധ്യായം മുഴുവൻ നമുക്ക് കാണുവാനായി കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. We don't know how many times we prayed this morning since നമ്മൾ ഈ ആരാധനയിൽ വന്നതിന് ശേഷവും രാവിലെയൊക്കെ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ചിലപ്പോൾ ഷോർട്ട് പ്രെയർ, ചിലപ്പോഴൊക്കെ ലോങ് പ്രെയർ ആകാം, ചിലപ്പോഴൊക്കെ വെരി സീരിയസ് പ്രെയർ, സംടൈംസ് കാഷ്വൽ പ്രേയേഴ്സ്. എങ്ങനെയായിരുന്നാലും നമ്മൾ എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കാത്തവരാരേലും ഉണ്ടോ ഇവിടെ? എല്ലാവരും ആരും ഒന്നും പറയുന്നില്ലല്ലോ. പ്രൈസ് ഗോഡ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? ദൈവത്തിന് സ്തോത്രം. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെയാണ് ഈ 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലർ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഞാൻ ജർമ്മനിയിലായിരുന്നപ്പോൾ സ്വിറ്റ്സർലൻഡിലേക്ക് പോകാൻ ഫ്ലൈറ്റിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഫ്രാങ്ക്ഫോർട്ട് എയർപോർട്ടിൻ്റെ ഒരു കോർണറിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു മുഖം ഒരു കോർണറിൽ ഒരു ഭാഗത്തിരിക്കുന്നതായി കണ്ടു. അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ട്, എന്നെ അദ്ദേഹത്തിന് പരിചയമില്ല. കാരണം ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന ബിൽ ബ്രൈറ്റ് ആയിരുന്നു. ബിൽ ബ്രൈറ്റിനെ എനിക്ക് പരിചയമുണ്ട്,
അദ്ദേഹത്തെ പ്രസംഗങ്ങളൊക്കെ കേട്ട് പരിചയമുണ്ട്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. വിൽബ്രൈറ്റുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓൾ ഓഫ് എ സഡൻ എ മലയാളി കെയിം ടു മീ. ഒരു മലയാളി ഒരാൾ എൻ്റെ അടുക്കലേക്ക് ഓടി വന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും സംസാരത്തിൽ പങ്കുചേർന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഹു ആർ യു? ഞാൻ പറഞ്ഞു, ഐ എം പാസ്റ്റർ ടി എബ്രഹാം. ഓ, ഐ ഹേർഡ് അബൌട്ട് യു. ഞാൻ നിന്നെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷെ കേട്ട അന്നു മുതൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരായിരുന്നു ചോദിച്ചപ്പോൾ കോട്ടായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എം എ തോമസ് പാസ്റ്ററായിരുന്നു. എം എ തോമസ് പാസ്റ്റർ കോട്ടായിൽ അനേക വർക്കുകളുണ്ട്, അദ്ദേഹത്തിന് സ്കൂളുകളൊക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, നിന്നെക്കുറിച്ച് കേട്ട അന്നു മുതൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളറിയാത്ത എത്രയോ ആൾക്കാരാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അല്ലേ? പ്രൈസ് ഗോഡ്. നമ്മൾ ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കയിലുള്ളവരെ ആരും നമ്മളെ അറിയുന്നില്ല. പക്ഷേ വി ആർ പ്രേയിങ് ഫോർ ആഫ്രിക്കൻ പീപ്പിൾ ഇൻ ആഫ്രിക്ക. പ്രൈസ് ഗോഡ്. എന്നതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നാം ഈ നിലവാരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ, സ്തോത്രം ചെയ്യുവാനൊക്കെ ഇടയാകുന്നു എന്നുള്ളത് പ്രത്യേകം നാം ഓർത്തിരിക്കണം. പ്രൈസ് ഗോഡ്. ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 6 കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നതായി ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായി കഴിയും. ഫസ്റ്റ് ഓഫ് ഓൾ, ജീസസ് ഈസ് പ്രേയിങ് ഫോർ അവർ സെക്യൂരിറ്റി. 11-ാമത്തെ വാക്യവും 15-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ, നൗ ഐ ആം നോ ലോങ്ങർ ഇൻ ദ വേൾഡ്, ബട്ട് ദീസ് ആർ ഇൻ ദ വേൾഡ്, ആൻഡ് ഐ കം ടു യു, ഹോളി ഫാദർ, കീപ് ത്രൂ യുവർ നെയിം ദോസ് whom you have given me, that they may be one as we are. നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. 11-ാമത്തെ വാക്യത്തിലാണ് യേശു പ്രാർത്ഥിക്കുന്നതാണ്. നീ എനിക്ക് തന്നിട്ടുള്ള ജനത്തെ അവരെ നീ കാത്തുകൊള്ളണമേ എന്ന് യേശു പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ 15-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. ഐ ഡു നോട്ട് പ്രേ ദാറ്റ് യു ഷുഡ് ടേക്ക് ദം ഔട്ട് ഓഫ് ദ വേൾഡ്, ബട്ട് ദാറ്റ് യു ഷുഡ് കീപ് ദം ഫ്രം ദ ഈവിൾ. അവരെ ലോകത്തിൽ നിന്ന്, വായിച്ചാട്ടെ, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ, അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. സ്തോത്രം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്താണ്? ദുഷ്ടന്റെ കരങ്ങളിൽ അകപ്പെടാതെ വണ്ണം എൻ്റെ ജനത്തെ കാത്തുകൊള്ളണമേ എന്ന് ദൈവം കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീസസ് ഈസ് പ്രേയിങ് ഫോർ അവർ സെക്യൂരിറ്റി. ഹല്ലേലൂയ. നമ്മളിവിടെ ഇരിക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ്റെ വൈദഗ്ധ്യം കൊണ്ടല്ല. പിന്നെയോ ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. ഒരു എർത്ത് ഉണ്ടായാൽ മതി, ഈ ബിൽഡിംഗ് ഇടിഞ്ഞ് താഴെ നമ്മുടെ മേൽ വീഴും, അല്ലേ? പ്രൈസ് ഗോഡ്. പക്ഷേ നമ്മൾ അത് ചിന്തിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാറില്ല. പക്ഷേ നമ്മളെ സുരക്ഷിതരായി ഈ ലോകത്തിൽ സൂക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്. എത്രയോ അപകടങ്ങൾ ഇന്ന് സംഭവിക്കാമായിരുന്നു, അല്ലേ? എത്ര പ്രാവശ്യം എത്ര അപകടങ്ങൾ നമ്മുടെ യാത്രയിൽ നമുക്കുണ്ടാകാമായിരുന്നു. എന്നാൽ ആ യാത്രയിലെല്ലാം നമ്മളെ സംരക്ഷിച്ചത് നമ്മുടെ കർത്താവാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കൽ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത്, കർത്താവിൻ്റെ ഒരു അരുമ ശിഷ്യനായിട്ടുള്ള പത്രോസ്, അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പത്രോസ് ശീമോനോട് പറയുകയാണ്, ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു.
എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. നോക്കണം, ഇവിടെ ശീമോൻ അല്ലെങ്കിൽ പത്രോസിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു എന്ന് കാണുവാനായി കഴിയുന്നു. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ച്? സാത്താൻ്റെ കരങ്ങളിൽ അകപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി ശീമോന് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു. പക്ഷെ ശീമോന് ഇങ്ങനൊരു സംഭവമേ അറിഞ്ഞിരുന്നില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ ശീമോനെ അറിയുന്ന ഒരു കർത്താവ്, ആ ശീമോൻ സാത്താൻ്റെ കരങ്ങളിൽ പിടിപെടാതിരിക്കേണ്ടതിന് വേണ്ടി ആ ശീമോന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെ നമുക്കിവിടെ കാണുവാനായി കഴിയുന്നു. പ്രൈസ് ഗോഡ്. പത്രോസ് പോലും ആ സംഭവം അറിയുന്നില്ല എന്നതുപോലെ ഇന്ന് പകൽക്കാലം എത്ര ആപത്തനർത്ഥങ്ങൾ നമുക്കുണ്ടാകാമായിരുന്നു. ആ സംഭവങ്ങളൊന്നും നാം അറിഞ്ഞിരുന്നില്ല. എന്നാൽ കർത്താവ് അതൊക്കെ അറിഞ്ഞിരുന്നു, കർത്താവ് അതൊക്കെ കണ്ടു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, ചില വർഷങ്ങൾക്ക് മുൻപ്, വളരെ വർഷങ്ങൾക്ക് പിൻപിൽ ഒരു ചെറിയ ഒരു കോട്ടേജ് മീറ്റിങ്ങിൽ, ഒരു ഉപവാസ പ്രാർത്ഥനയിൽ കുറച്ച് പേര് മാത്രമേ ഉള്ളായിരുന്നു. അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിൽ പെടാത്ത ഒരു സഹോദരി, വേറൊരു സഭയിൽ പോകുന്നൊരു സഹോദരി പ്രാർത്ഥനയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ വന്ന് ആ പ്രാർത്ഥനയിൽ സംബന്ധിച്ചതാണ്. ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ ശക്തമായി ഇടപെട്ടു. ആ സഹോദരിയോടൊരു ദൂത് പറയുവാനായി ദൈവം എനിക്ക് തന്നു. അത് വേറൊരു സഭയിലെ സഹോദരിയാണ്, ഒരു കാര്യവും എനിക്കറിയത്തില്ല. എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ ആത്മാവ് പല ആവർത്തി എൻ്റെ ഹൃദയത്തിൽ തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ ആ ഒരു വെളിപ്പാടായിട്ട് ആ സഹോദരിയോട് പറഞ്ഞു, നിൻ്റെ മകന് ഒരാഴ്ച കഴിയുമ്പോൾ ഒരു വലിയ ആക്സിഡൻ്റ് ഉണ്ടാകും. നിൻ്റെ മകൻ മരിക്കാതിരിക്കണമെങ്കിൽ നീ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. പക്ഷെ നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും നിൻ്റെ മകന് അപകടം ഉണ്ടാകും. പ്രൈസ് ഗോഡ്. പക്ഷേ നിൻ്റെ മകനെ അതിൽ നിന്ന് ഞാൻ വിടുവിക്കും. അത് കേട്ട മാത്രയിൽ ആ സഹോദരി ഒരാഴ്ച മകന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ന്യൂയോർക്കിലെ എല്ലാ പത്രങ്ങളിലും, അമേരിക്കയിലുള്ള ന്യൂയോർക്കിലുള്ള പത്രങ്ങളിലെല്ലാം വന്ന വാർത്തയാണ്, 4 ചെറുപ്പക്കാരെ വെളുപ്പാങ്കാലത്ത് ഏകദേശം 2:30-3 മണിയായപ്പോൾ 4 ചെറുപ്പക്കാരെ ന്യൂയോർക്കിലുള്ള ഒരു ഹൈവേയിൽ കൂടെ വളരെ സ്പീഡിൽ കാർ ഓടിച്ചു പോയി, കാറ് സ്കിഡ് ചെയ്ത് ഒരു മരത്തിലിടിച്ച് 3 പേരും മരിച്ചുപോയി. ഇവൻ മാത്രം രക്ഷപ്പെട്ടു. പ്രൈസ് ഗോഡ്. ആ മകൻ ഇപ്പോൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അതിനുശേഷം അവന് US ആർമിയിൽ ചേർന്നു. റിട്ടയർമെൻ്റൊക്കെ വാങ്ങിച്ചതിന് ശേഷം കർത്താവിൻ്റെ വേലയിൽ ഇപ്പോൾ ആയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വരുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവനായ ദൈവം, പ്രൈസ് ഗോഡ്, നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് ഇവിടെ കാണുവാനായി കഴിയുന്നു. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ തന്നെയും അതിനേക്കാൾ ഉപരിയായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നാം ഈ നിലവാരത്തിലായിരിക്കുന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഓർത്തിരിക്കണം. പ്രൈസ് ഗോഡ്. ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി രാവിലെ കാലം ഇടപെടുന്നു. പ്രൈസ് ഗോഡ്. നിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും അറിയുന്നൊരു കർത്താവുണ്ട്. നീ വിചാരപ്പെടുന്നതിനേക്കാൾ ഉപരിയായി നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. പ്രൈസ് ഗോഡ്. ആ കർത്താവിനെ കുറിച്ചാണ് ഇന്ന് രാവിലെ കാലം അനേക പാട്ടുകൾ നമ്മൾ പാടിയത്. പ്രൈസ് ഗോഡ്. വിവിധ തരത്തിലുള്ള പാട്ടുകൾ ഇന്ന് രാവിലെ കാലം നാം പാടിക്കൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു കർത്താവ്, നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവ്. പ്രൈസ് ഗോഡ്. ജീസസ് ഈസ് പ്രേയിങ് ഫോർ അവർ സെക്യൂരിറ്റി. ദൈവത്തിന് സ്തോത്രം ഇവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നു. പ്രൈസ് ഗോഡ്. രണ്ടാമതായി കർത്താവ് ആ അധ്യായത്തിൽ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന 13-ാമത്തെ വാക്യം വായിച്ചാട്ട്, നമ്മുടെ പര്യാപ്തതയ്ക്കായി യേശു പ്രാർത്ഥിക്കുന്നു. ബട്ട് ഐ നൗ
come to you, and these things I speak in the word, that they may have my joy fulfilled in themselves. വായിച്ചാട്ട് മലയാളത്തിൽ. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എന്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന്, അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. രണ്ടാമതായി കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. He is praying for our sufficiency. Praise God. നമ്മുടെ സന്തോഷത്തിൻ്റെ പര്യാപ്തതയ്ക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളവരെ വിശ്വാസികളാണ്, ക്രിസ്ത്യാനികളാണ്. സ്തോത്രം, ഹല്ലേലൂയ. കാരണം എന്താണ്? നമ്മുടെ സന്തോഷത്തിൻ്റെ പര്യാപ്തതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് ഇവിടെ കാണുവാനായി കഴിയുന്നു. പ്രൈസ് ഗാഡ്. C.S. ലൂയിസ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, there are two kinds of people in prayer. One kind of people who kneel down and pray, thy kingdom come down. The other people who do not kneel down and stand up and say, my kingdom come. Praise God. രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനക്കാരെയാണ് C.S. ലൂയിസ് പറയുന്നത്. ഒരു കൂട്ടരെന്താണ്? മുട്ടുകൾ മടക്കി അവർ ദൈവസന്നിധിയിൽ വളരെ വിനയത്തോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കും, നിന്റെ രാജ്യം വരണമേ എന്നവർ പ്രാർത്ഥിക്കും. വേറൊരു കൂട്ടരുണ്ട്, അവർ മുട്ടുകൾ മടക്കത്തില്ല, അവർ നേരെ നിന്നുകൊണ്ട് അപ്രൈറ്റായിട്ട് നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ രാജ്യം വരണമേ എന്നാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പലരും ചിലപ്പോഴൊക്കെ പ്രാർത്ഥനയിൽ എന്താണ് പറയാറുള്ളത്? എൻ്റെ രാജ്യം വരണമേ, എൻ്റെ ഇഷ്ടം പോലെ നടത്തി തരണമേ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യഥാർത്ഥമായ ഒരു ദൈവ പൈതലാണെങ്കിൽ നാം എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? ദൈവമേ, നിന്റെ രാജ്യം എന്നിൽ പൂജിതമായി തീരണമേ. സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗാഡ്. നിന്റെ രാജ്യം എന്നിൽ പൂരിതമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് കാണുവാനായി കഴിയുന്നു. പ്രൈസ് ഗാഡ്. There was an Hungarian soldier. ഹംഗറിയിലുള്ള ഒരു സോൾജിയറുടെ അല്ലെങ്കിൽ പട്ടാളക്കാരൻ്റെ കഥയാണ് ഞാൻ ഓർക്കുന്നത്. പ്രൈസ് ഗാഡ്. He was been the soldier of Hungary, and he was there for a long time, and he was being incarcerated by the Soviet regime during the Cold War, and he was in the jail for 55 years. At the age of 20 he went to the jail. At the age of 75 they decided to release this man. Praise God. ഈ മനുഷ്യനെ 55 വർഷം കഴിഞ്ഞപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ അധീനതയിൽ നിന്ന്, ജയിലിൽ നിന്ന് വിമുക്തനാക്കുവാനായി തീരുമാനിച്ചതിന് കാരണം, ദിസ് മാൻ വാസ് സ്പീക്കിംഗ് സം കൈൻഡ് ഓഫ് ജിബറിഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പുറവിറക്കുക, എന്തോ ഒരു ലാംഗ്വേജ് ഈ മനുഷ്യൻ സംസാരിക്കുന്നു. സോ ദാറ്റ് ദ ജയിൽ സൂപ്രണ്ട് തോട്ട് ദാറ്റ് ഹീ ഈസ് ഇൻസെയിൻ. അദ്ദേഹത്തിന് മനോവിഭ്രാന്തിയുണ്ട്, ഭ്രാന്ത് പിടിച്ചൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം എടുത്തു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ ഭ്രാന്ത് പിടിച്ചൊരു മനുഷ്യനാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തെ റിലീസ് ചെയ്തേക്കാന്ന് വിട്ടു. സോ ബിഫോർ റിലീസിങ് ദിസ് മാൻ ദേ ഡിസൈഡഡ് ടു ടേക്ക് ദിസ് മാൻ ടു ഇവാലുവേറ്റ് സൈക്കോളജിക്കലി. They took him to a psychiatric doctor. സൈക്കാട്രിക് ഡോക്ടർ ഒരിക്കൽ കൊണ്ടുപോയപ്പോൾ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മനുഷ്യൻ ഭ്രാന്തനല്ല, വട്ടനല്ല, പക്ഷേ ഈ മനുഷ്യൻ, ദിസ് മാൻ ഈസ് സ്പീക്കിംഗ് ഓൾഡ് ഡയലക്ട്സ് ഓഫ് ഹംഗറി. ഹംഗറിയിലുള്ള 55 വർഷത്തിന് പിൽക്കാലമുള്ള ഡയലക്ട്സ് ആണ് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത്. ഭാഷയുടെ വ്യത്യാസമാണത്. എനിക്ക് തന്നെ തിരിച്ചറിയുവാനായി കഴിയും. കേരളത്തിൽ ചെന്ന ചില വാക്കുകളൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല.
ഒരിക്കൽ ഞാൻ കേരളത്തിൽ ചെന്നപ്പോൾ ഈ ചരടിനുണ്ടല്ലോ, ചരടിന് എൻ്റെ ചെറുപ്പത്തിലെ ഞങ്ങൾ പറയുന്നത് പീത്ത എന്നാണ് പറയുന്നത്. ഞാൻ ചെന്ന് പീത്ത എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നില്ല. അയാൾ പറയുന്നു ഇത് ഓൾഡ് ഡയലക്ട്സ് ആണ്, പണ്ടത്തെ ഒരു ഭാഷയാണ്. ഇപ്പോൾ ഞങ്ങൾ എന്ന് പറയുന്നത് ചരടെന്നാണ് പറയുന്നത് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ സൈക്യാട്രിക് ഡോക്ടർ പറഞ്ഞു ഇദ്ദേഹം ഭ്രാന്തനൊന്നുമല്ല, ഓൾഡ് ഡയലക്ട്സാണ് സംസാരിക്കുന്നത്. But they decided to release this man from the jail. Then finally the jail superintendent asked this man, what is your wish before you leave the jail? അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താണ് ഈ ജയിലിൽ നിന്ന് അവസാനമായി വിടുന്നതിന് മുൻപായിട്ട്? Then this man said, I need a mirror. എനിക്കൊരു കണ്ണാടി വേണം. Praise God. ആ ജയിൽ സൂപ്രണ്ട് ഒരു കണ്ണാടി കൊടുത്തു. ആ കണ്ണാടിയിൽ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, he began to swab, he began to cry, and he said to himself, my youth has gone, I'm so wizened, എനിക്ക് മുഖത്തെല്ലാം ചുളുക്കം വന്നിരിക്കുന്നു, എൻ്റെ ചെറുപ്പകാലം പോയി, നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുവാനായി തുടങ്ങി. കരഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് 55 വർഷമായി അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടിട്ടില്ല. പ്രൈസ് ഗോഡ്. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കുവാനായി കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഹൗ മെനി ടൈംസ് യു ലുക്ക്ഡ് ഇൻ ദ മിറർ ദിസ് മോർണിംഗ്? ഇന്ന് രാവിലെ കാലം എത്ര പ്രാവശ്യം നിങ്ങൾ എഴുന്നേറ്റതിന് ശേഷം നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ട്? പ്രൈസ് ഗോഡ്. എസ്പെഷ്യലി ദ വിമൻ, you always keep a small mirror in your purse. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ മുഖം കാണുവാൻ വേണ്ടിയാണ് നിങ്ങൾ ആ കണ്ണാടി വെച്ചിരിക്കുന്നത്. നമ്മൾ അറിയാതെ എത്രയോ പ്രാവശ്യമാണ് നമ്മുടെ മുഖം നോക്കി, അല്ലേ? why you want to look in the mirror? because you want to know how I look like. ഞാൻ എങ്ങനെ ആയിരിക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും മുഖം നോക്കുന്നത്. ഈ മനുഷ്യനും ഈ മുഖം നോക്കിയത് ഈ കണ്ണാടിയിൽ കൂടെയാണ്. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ വാണ്ട് ടു ടെൽ യു വൺ തിങ്. വെൻ യു ലുക്ക് ഇൻടു ദിസ് മിറർ ആൻഡ് യു വിൽ സീ യുവർ ഓൺ പിക്ചർ. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖം കാണുവാൻ നമ്മുടെ ജീവിതം കാണിക്കുന്ന ഒരു കണ്ണാടിയാണ് ഈ വിശുദ്ധ വചനമെന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ വചനമാണ് നമ്മെ നിലനിർത്തുന്നത്. ഈ വചനമാണ് നമ്മെ ഇത്രത്തോളം സംരക്ഷിച്ചത്. പ്രൈസ് ഗോഡ്. ഈ വചനം വായിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ക്രിസ്തുവിൻ്റെ സന്തോഷം നമ്മളിൽ പൂർണ്ണമാക്കേണ്ടതിന് വേണ്ടി, പര്യാപ്തമാക്കേണ്ടതിന് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി യേശു പ്രാർത്ഥിക്കുന്നത് 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതേ അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. യെസ്, വായിക്കാം. സാങ്ക്ടിഫൈ ദം ബൈ യുവർ ട്രൂത്ത്, യുവർ വേർഡ് ഈസ് ട്രൂത്ത്. ഹല്ലേലൂയ. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. പ്രൈസ് ഗോഡ്. Thirdly, Jesus is praying for our maturity. നമ്മുടെ പക്വതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവ്. പ്രൈസ് ഗോഡ്. ഈ ലോകത്തിലെ ഗവൺമെൻറ് എല്ലാം പക്വതയ്ക്ക് വേണ്ടിയുള്ള ലിമിറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. 18 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ 21 വയസ്സാകുമ്പോൾ വോട്ട് ചെയ്യാം. പക്വതയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ഈ ലോകത്തിലെ ഗവൺമെൻറ് എല്ലാം വെച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതലിൻ്റെയും പക്വത എന്ന് പറയുന്നത് ഹല്ലേലൂയ വിശുദ്ധിയാണ്, ഹോളിനെസ് ആണ്. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയല്ല, എന്നാൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വ്യവസ്ഥ, പക്വത എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിയാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. പ്രൈസ് ഗോഡ്.
കർത്താവ് നമ്മോട് അനുശാസിക്കുന്ന ഒരു കാര്യമാണ്, ബി ഈ ഹോളി ആസ് ഐ ആം ഹോളി. പ്രൈസ് ഗോഡ്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അതിന് വേറൊരു ഉപാധിയുമില്ല, അതിനൊരു ഷോർട്ട് കട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് നാം വിശുദ്ധരായി തീരേണ്ടത്? ദൈവിക സ്വഭാവമുള്ളവരായി തീരുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കർത്താവിനെ പോലെ ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പക്വത എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്വഭാവമുള്ളവരായിരിക്കാനാണ് കർത്താവ് നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഒരു ജീവിതം നയിപ്പാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും കർത്താവ് തിരഞ്ഞെടുത്തത്. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ആ പക്വത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ വ്യക്തമായി ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തോടും ചേർന്ന് പരിശോധിക്കണമെന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ്. ജീസസ് ഈസ് പ്രേയിങ് ഫോർ അവർ മെച്യൂരിറ്റി. ജീസസ് ഈസ് പ്രേയിങ് ഫോർ അവർ security. Okay, we will go back from the beginning. Jesus is praying for our security. Jesus is praying for our sufficiency. Jesus is praying for our maturity. Then the fourth, Jesus is praying for our ministry. 18ാമത്തെ വാക്യം, 18th verse. As you send me into the world, I also have sent them into the world. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. നമ്മളെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ് നാം എല്ലാവരും. അത് പാസ്റ്റേഴ്സിൻ്റെ ജോലി മാത്രമല്ല, നമ്മുടെ എല്ലാവർക്കുമുള്ള നമുക്കെല്ലാവർക്കും മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രി ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് നാം എല്ലാവരും ചെയ്യണമെന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഒരു കാര്യം, കർത്താവ് നമ്മളെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു, ഒരു മിനിസ്ട്രിക്ക് വേണ്ടി വിളിച്ചു, അയച്ചതിന് ശേഷം കർത്താവ് ഒരിക്കലും കൈയും കെട്ടിയിരിക്കത്തില്ല. ആ വ്യക്തിക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ആ വ്യക്തി എവിടെ പോയാലും ശുശ്രൂഷയിൽ വിജയമായി തീരുവാൻ വേണ്ടി കർത്താവ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. നമ്മളെ അയക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു വിടുന്ന വേലക്കാരോ ശുശ്രൂഷകരോ ആ പ്രസ്ഥാനമൊന്നും ചിലപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് വരത്തില്ല. അവരെല്ലാവരും ചിലപ്പോൾ മറന്നു വന്നേക്കാം. എന്നാലും ഒരിക്കലും അയച്ചവനായ കർത്താവ് നമ്മളെ മറക്കുന്നവനല്ല. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് ഇവിടെ കാണുവാനായി കഴിയുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തോടനുബന്ധിച്ച് അനേക കാര്യങ്ങൾ എനിക്ക് പറയുവാനായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ മർത്തോമാ കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ നേർന്നതൊരു അച്ഛനായി തീരുവാൻ വേണ്ടിയാണ്. അങ്ങനെ ആ രീതിയിൽ ഞാൻ പഠിച്ചു വളർന്നു വന്നു. ഞാൻ മാർത്തോമായിൽ ചെറുപ്രായത്തിൽ മധുവായിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവേശിപ്പിക്കുകയും നല്ല അച്ഛന്മാർ നല്ല ഈണത്തിൽ ചൊല്ലാനൊക്കെ നന്നായി പഠിച്ച വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം എൻ്റെ വീട്ടുകാർക്ക് വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ഒരച്ഛനായി കാണണമെന്നുള്ള താല്പര്യമുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ സഭ വിസിറ്റ് ചെയ്യുവാനായി ഞങ്ങളുടെ ഡയോസിസിലെ തിരുമേനി വന്നപ്പോൾ എൻ്റെ ഫാദറിനോട് പറഞ്ഞു, ഇവനെ ഞങ്ങളുടെ നമുക്ക് സഭയ്ക്ക് തരണമെന്ന് പറഞ്ഞു. എൻ്റെ ഫാദർ പറഞ്ഞു ഓക്കെ തരാമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അങ്ങനെ ആ രീതിയിലൊക്കെ വളർന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ആയിരുന്നപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ ഫാദറും ഒരു തീരുമാനമെടുത്തു. ഈ പ്രാവശ്യം ഞങ്ങൾക്കൊരു ആൺ പൈതലിനെ തരുന്നുവെങ്കിൽ ഞങ്ങൾ ആ പൈതലിനെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ I didn't know their decisions. But when I was in the middle school,
one day my father called me and he said to me, son, we dedicated your life for the glory of God. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, മോനെ, അമ്മയുടെ ഉദരത്തിൽ നീ ആയിരുന്നപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ നേർന്നതാണ്. നീ ഒരിക്കലും വഴിവിട്ടു പോകാതെ അതിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ആ നിലവാരത്തിലൊക്കെ ഞാൻ വളർന്നു വന്നതാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാനൊരു ഉപദേശിയായി തീരുവാനായിരുന്നു കർത്താവിൻ്റെ ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പട്ടക്കാരനായിരിക്കാൻ കർത്താവ്, ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളെല്ലാവരും കുടുംബക്കാരൊക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ തന്നെയും ഞാനൊരു സുവിശേഷ വേലക്കാരനായി തീരുവാൻ എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന, സെമിനാരിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ മർത്തോമായി നിറങ്ങി പോന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിലൊരു തീരുമാനമെടുത്തു. എന്ത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ഒരിക്കലും എൻ്റെ പിതാവിനോടോ മാതാവിനോടോ വീട്ടുകാരോടോ എൻ്റെ ആവശ്യങ്ങൾ അറിയിക്കുകയില്ല. ഞാനെല്ലാം എൻ്റെ കർത്താവിനോട് മാത്രം അറിയിക്കുമെന്ന് പ്രതിജ്ഞയെടുത്താണ് ഞാൻ ഇറങ്ങിയത്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. കാരണം അവരൊക്കെ പറയും, നീ ഇതിനു വേണ്ടി പോയതുകൊണ്ടാണ് നിനക്കിത് സംഭവിച്ചെന്നൊക്കെ അവരൊക്കെ പറയും. അതുകൊണ്ട് എൻ്റെ തീരുമാനമായിരുന്നു, ഒരിക്കലും എൻ്റെ ഭവനത്തിൽ നിന്ന് ഒരു നയാ പൈസ ഞാൻ ചോദിക്കുകയില്ല. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് വരെയും ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ സമയം വരെയും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നല്ലവനായിരുന്നു. എന്നെ വിളിച്ചവനായ കർത്താവ്, എന്നെ മിനിസ്ട്രിക്ക് വേണ്ടി അയച്ചവനായ കർത്താവ് ഒരിക്കലും കൈവിടാതെ എന്നെ ഇന്നയോളം നടത്തിയ കർത്താവാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. യുപിയുടെ ഗ്രാമപ്രദേശങ്ങൾ കൂടെ എൻ്റെ കാല് ചവിട്ടി ഞാൻ സുവിശേഷം വേല ചെയ്തവനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, എനിക്ക് 78 വയസ്സായി. പലപ്പോഴും ചോദിക്കാറുണ്ട്, ചിലരൊക്കെ പറഞ്ഞു 68 ഉള്ളെന്നാണ് പറയുന്നത് ചിലരൊക്കെ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയും, സ്തോത്രം, 68 ഓക്കെ, 68 ആണെങ്കിൽ ദർ ഇസ് എ റീസൺ ഫോർ ദാറ്റ്. വൈ? ദർ ഇസ് എ യങ് മാൻ ഇൻ മൈ ഹാർട്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ വളരെ ചെറുപ്പമായിട്ട് തോന്നുന്നൊക്കെ പറയാറുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കാല് ചവിട്ടി യുപിയുടെ ഗ്രാമങ്ങളിലൊക്കെ കയറി ഇറങ്ങിയവനാണ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഭവനത്തിൽ നിന്ന് പൈസ ചോദിപ്പാൻ ഇടവരാതെ വണ്ണം ഇന്നയോളം എൻ്റെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി തന്നവൻ എൻ്റെ കർത്താവാണ്. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നാം കർത്താവിന് വേണ്ടി കൊടുത്താൽ ആരും ഒരിക്കലും ശോഷിച്ചു പോകത്തില്ല. പ്രൈസ് ഗോഡ്. നമ്മെ ദൈനംദിനം നടത്തുവാൻ, നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ കർത്താവ് മതിയാവനാണെന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയുവാനായി കഴിയും. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ വേലയ്ക്ക് വേണ്ടി വിളിക്കുക മാത്രമല്ല, നമ്മളെ കൈവിടാത്ത ഒരു കർത്താവാണ്. അവസാനം വരെ നടത്തുവാൻ കഴിവുള്ള കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമ്മെ നടത്തുന്നവനാണ്. അവൻ്റെ കരം കുറുതായി പോയിട്ടില്ല. അവൻ്റെ കരത്തിന് ബലം കുറഞ്ഞു പോയിട്ടില്ല. സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ അനുഭവങ്ങളോട് ചേർത്ത് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷകരമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പിറ്റേ ദിവസം സൺഡേ ആണ്, ആരാധനയ്ക്ക് പോകണം. എൻ്റെ കയ്യിൽ ഒരു പൈസയുമില്ല. എൻ്റെ വസ്ത്രം ഒരു പാൻറ്റും ഒരു ഷർട്ടും മാത്രമേ ഉള്ളായിരുന്നു. അത് വളരെ മുഷിഞ്ഞതായിരുന്നു. എനിക്ക് താല്പര്യമുണ്ടായിരുന്നു അത് കഴുകിയിട്ടിട്ട് പിറ്റേ ദിവസം ആരാധനയ്ക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ നല്ല വസ്ത്രം ധരിച്ചു പോകണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് സാധിക്കാതെ പിറ്റേ ദിവസം ആരാധനയ്ക്ക് ആ മുഷിഞ്ഞ വസ്ത്രവുമായി ഞാൻ കടന്നു ചെന്നു. ആരാധന കഴിഞ്ഞതിന് ശേഷം ആ ആരാധനയ്ക്ക് പങ്കുചേർന്ന ഒരു വ്യക്തി, ഒരു എയർഫോഴ്സിൽ ജോലിയുള്ള ഒരച്ഛനുണ്ടായിരുന്നു ആരാധനയിൽ. വെളിയിലിറങ്ങിയപ്പോൾ അദ്ദേഹം മാറി എന്നെ മാറ്റി വിളിച്ച് നിർത്തിയിട്ട് ഒരു 5 രൂപ എൻ്റെ തന്നു. ദൈവത്തിന്. അപ്പം ഞാൻ സ്തോത്രം ചെയ്തു. എൻ്റെ
തുണിയൊന്ന് നനക്കി, കുറച്ച് സർഫൊക്കെ മേടിച്ച് തുണിയൊക്കെ അലക്കി ഒന്ന് അലക്കാമല്ലോ എന്ന് വിചാരിച്ച് വളരെ സന്തോഷിച്ചു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അന്ന് സ്വോത്രാഴ്ച കിട്ടില്ല. സ്തോത്രം. കാരണം എൻ്റെ പൈസയെല്ലാം സ്വോത്രാഴ്ച കിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ സ്തോത്രാഴ്ച പാത്രം കൊണ്ടുപോകുന്നതിന് മുൻപേ 5 രൂപ കൊണ്ട് അതിൻ്റെ അകത്തിട്ടു. പ്രൈസ് ഗോഡ്. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, നീ സ്തോത്രാഴ്ച കിട്ടില്ല, കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുത്തു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, പിറ്റേ ദിവസം മൺഡേ ആണ്. എനിക്ക് തുണി കഴുകണം, സർഫ് മേടിക്കാൻ കാശിലൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം ഒരാൾ ഒരു 200 രൂപ കൊണ്ട് തന്നു. പ്രൈസ് ഗോഡ്. നോക്കണം, ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി നാം കൊടുത്താൽ നമ്മെ ഒരിക്കലും മറക്കാത്തൊരു കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ അനുഗ്രഹിച്ച് നടത്തുവാൻ, വഴി നടത്തുവാൻ മതിയായ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവിൻ്റെ പരിലാളനം ഏൽക്കുമ്പോൾ എത്ര സന്തോഷമാണ് അല്ലേ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ 4-ാമതായി ഞാൻ ഓർപ്പിച്ച, ജീസസ് ഈസ് പ്രേയിങ് ഫോർ അവർ മിനിസ്ട്രി. ഹല്ലേലൂയ. വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നവൻ മാത്രമല്ല, നമ്മെ വേലയ്ക്ക് വേണ്ടി വിളിച്ചാൽ നടത്തുന്ന കർത്താവ് ആണെന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. പ്രൈസ് ഗോഡ്. 5-ാമതായി, എൻ്റെ സമയം തീരാൻ പോകുന്നതുകൊണ്ട് ഞാൻ പട്ടിയം നിർത്താൻ സമയം ഉണ്ടോ? തീർന്നു? ഉണ്ടോ? ഓക്കെ. 5-ാമതായി എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത് 20-21 വാക്യങ്ങളാണ്. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. Fifthly, I want to tell you, Jesus is praying for our unity. നമ്മുടെ ഐക്യതയ്ക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് സാധാരണ നമ്മുടെ ഇടയിൽ കാണാത്തൊരു കാര്യമാണ് ഐക്യത എന്ന് പറയുന്നത്. വളരെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും പാർക്കുന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. ഈസ് ദർ എനി യൂണിറ്റി എമംഗ് ദ ക്രിസ്ത്യൻസ്? പ്രൈസ് ഗോഡ്. ഒത്തിരി ഫൈറ്റുകളും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ പറയാൻ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. സ്തോത്രം. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഐക്യത. ഒരു സഭയിൽപ്പെട്ടവർ പോലും തമ്മിൽ ഐക്യതയില്ലാതെ പോകുന്ന അവസ്ഥകൾ നാം ഒരു പക്ഷേ കണ്ടെന്ന് വരാം. പ്രൈസ് ഗോഡ്. കർത്താവ് ആഗ്രഹിക്കാത്തൊരു കാര്യമാണെന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കണം. നമ്മുടെ യൂണിറ്റിയിലാണ് കർത്താവ്, നമ്മുടെ ഐക്യതയിലാണ് കർത്താവ് പ്രവർത്തിക്കുന്ന. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ 2-3 പേര് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഒന്നായിരിക്കുന്നതിൽ ഒരു ബന്ധമില്ല. ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ബന്ധമുള്ളൂ. അവിടെ മാത്രമേ ഐക്യത ഉണ്ടാകത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മുടെ ഐക്യത കർത്താവ് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യമാണ്. സ്തോത്രം. There was a philosopher in Germany. His name was Arthur Schaffner. ആർതർ സ്കോഫ്നർ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ജർമ്മനിയിൽ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനികളെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്, ക്രിസ്ത്യൻസ് ആർ പോർക്കിപ്പൈൻസ് എന്ന് പറഞ്ഞാൽ, പോർക്കിപ്പൈൻസ് എന്ന് പറഞ്ഞാൽ മുള്ളംപന്നി. ക്രിസ്ത്യാനികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ എന്താണ്? അവർ മുള്ളംപന്നികളാണ്. പോർക്കിപ്പൈൻ എന്താണ്? തണുപ്പ് കാലം വരുമ്പോൾ ചൂട് കിട്ടാൻ ഇതുങ്ങളെല്ലാം അടുത്തിരിക്കുമ്പോൾ ഇതിന് മുള്ളുണ്ട്. മുള്ളുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകൊള്ളും. പക്ഷെ തണുപ്പായതുകൊണ്ട് ഇതുങ്ങൾക്ക് പോകാനും മേല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇരിക്കുന്നതുകൊണ്ട് ചോരയെല്ലാം ഒലിച്ചാണ് ഇതുങ്ങൾ ഈ തണുപ്പ് കാലം കഴിയുന്നത്. ചൂട് വരുമ്പോഴാണ് ദേ ഡിസ്പേഴ്സ്, അവർ പോകുന്നത്. അങ്ങനെയാണ് പോർക്കിപ്പൈൻസ് എന്ന് പറഞ്ഞതുപോലെ. നമ്മൾ ഒക്കെ നോക്കുകയാണെങ്കിൽ ആവശ്യം വരുമ്പോൾ എല്ലാവരും അടുത്തടുത്ത് വരും. പ്രൈസ് ഗോഡ്. പക്ഷേ ചിലപ്പോഴൊക്കെ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മുള്ളുകളാണ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തമാശയായി തോന്നാമെങ്കിൽ തന്നെയും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ ഐക്യതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിൽ
അവർ ഐക്യതയോടെ വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവർ പ്രവർത്തിച്ചത്. അവിടെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അവർക്ക് കാണുവാനായി കഴിഞ്ഞത്. പ്രൈസ് ഗോഡ്. അവർ ഒരു മനസ്സോടെ കടന്നു വന്നുവെന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ദൈവ മക്കളാകുന്ന നാം ഓരോരുത്തരും ഐക്യതയുള്ളവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റപ്പേറ്റങ്ങളൊക്കെ ഉണ്ടാകാം, താഴ്ചകളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകാം. അതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നാം ഐക്യതയോടെ നിൽക്കുന്നെങ്കിൽ വലിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാനായി കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ ലോകത്തെ തലകീഴ് മറിക്കുന്നവരായി തീരുവാനുള്ള കാരണം എന്താണ്? അവർ ഐക്യതയോടെ നിന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഐക്യതയോടെ നിൽക്കുന്ന സഭ ശക്തിയായ സഭയായിരിക്കും. ഐക്യതയോടെ നിൽക്കുകയാണെങ്കിൽ അനേക ആത്മാക്കൾ കടന്നു വന്ന് ആരാധനയിൽ പങ്കുചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവിടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ കാലത്തൊക്കെ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് അപ്പോസ്റ്റൽസ് they came together with one accord. അതുകൊണ്ടാണ് അവരുടെ മധ്യേ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാനായി കഴിഞ്ഞത്. എന്നെ കേൾക്കുന്ന മക്കളെ, ദൈവത്തിൻ്റെ മക്കളെ, ഐക്യതയോടെ ഈ ദിവസങ്ങൾ നിൽക്കുന്നുവെങ്കിൽ വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ. പ്രൈസ് ഗോഡ്. ജീസസ് ഈസ് പ്രേയിങ് ഫോർ അവർ യൂണിറ്റി. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കർത്താവ് നമ്മുടെ ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത് മനസ്സിലാക്കാത്ത എത്രയോ പേരിന്ന് ലോകത്തിലുണ്ട്. നമ്മുടെ ലീഡേഴ്സിനെയൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ ഒന്നും ഇടയിൽ ഐക്യതയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നതകളൊക്കെ നമുക്ക് കാണുവാനായി കഴിയുന്നു. Even then our Lord is praying for our unity. Praise God. ഐക്യതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായി കഴിയും. ആറാമതായി എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ള 24-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുക കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. Father, I desire that they also whom you gave me may be with me where I am, that they may behold my glory which you have given me, for you loved me before the foundation of the world. Praise God. ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം. That is our final destination. Jesus is praying for our destination. Hallelujah. ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് നാം ഇവിടെ കൂടി വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? There is a final destination. നമ്മുടെ മുൻപിൽ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അത് നിത്യതയാണ്. ആ നിത്യത നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ആ നിത്യത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പല പാട്ടുകളെല്ലാം പാടി നാം സന്തോഷിച്ചത്. ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിലും ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടിരുന്നു. കാരണം എന്താണ്? നമ്മുടെ ഉള്ളം തുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരുന്നു കാരണം? ആ നിത്യതയെക്കുറിച്ചുള്ള വിചാരമായിരുന്നു. സ്തോത്രം. നമ്മുടെ ഹൃദയം നിത്യത കൊണ്ട് നിറയണം. ലോകത്തുള്ള ചപ്പുചവറുകൾ കൊണ്ടല്ല നമ്മുടെ ഹൃദയം നിറയേണ്ടത്. നിത്യത കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. We have a hope before us. Hallelujah. One day we all will be there. Hallelujah. ഒരു ദിവസം നാം കർത്താവിനോട് കൂടെ ആയിരിക്കും. Hallelujah. It could be today. It could be before the benediction. ഇത് ഇന്ന് അവസാനം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുൻപേ ആയിരിക്കാം. ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തുപോയി. അവൻ സമീപസ്ഥനായിരിക്കുകയാണ്, വാതുക്കലായിരിക്കുകയാണ്. സഭയെ ചേർക്കുവാനായി നമ്മുടെ കർത്താവ് വരുവാൻ പോകുകയാണ്.
സഭയെ ചേർക്കുവാൻ വേണ്ടി മാത്രമല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സഭയ്ക്ക് റിവാർഡുകളെ തരുവാൻ വേണ്ടി കർത്താവ് വരുവാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. സഭയെ ഹല്ലേലൂയ മാനിക്കുവാനായി കർത്താവ് പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഭൂലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന കാലഘട്ടത്തിലേക്ക് വരുവാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഇനി നടക്കേണ്ടത് ഉൽപ്രാപണമാണ് നടക്കേണ്ടത്. അത് ഇറ്റ് കുഡ് ഹാപ്പൻ ഐദർ ടുഡേ ഓർ ടുമോറോ. വി ഡോണ്ട് നോ ദ ടൈം സ്പാൻ. അത് എത്രയും വേഗം നടക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത്രമാത്രം ലോകത്തിൻ്റെ സംഭവങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളും തിരുവചനവും വെച്ച് പഠിച്ചു നോക്കിയാൽ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തുപോയി എന്ന് പറയുവാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ഒരു ദിവസം കർത്താവിനോട് കൂടെ ഇരിക്കും. പ്രൈസ് ഗോഡ്. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെ ഇവിടെ കാണുവാനായി കഴിയുന്നു. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സഭയുടെ ഉൽപ്രാവണം കഴിഞ്ഞാൽ 7 വർഷക്കാലത്തെ മഹാഭൂദ്രകാലം ലോകത്തിൽ. സാത്താൻ്റെ ഭരണമായിരിക്കും ഈ 7 വർഷക്കാലം ഈ ലോകത്തിൽ നടക്കേണ്ടത്. അതിനുവേണ്ടി ലോകം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പല ബൈബിൾ സ്കോളേഴ്സും വിശ്വസിക്കുന്നത് അന്തിക്രിസ്തു ഇന്ന് ലോകത്തിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. ബട്ട് ഓൺലി ദ personification of the spirit of Satan into that person. അല്ലെങ്കിൽ സാത്താൻ്റെ ആത്മാവ് ആ വ്യക്തിയിലേക്ക് പ്രവേശിക്കേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ വ്യക്തിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അന്തിക്രിസ്തുവായിട്ട് മാറും. ദൈവത്തിന് സ്തോത്രം. 7 വർഷക്കാലത്തെ മഹോദ്രവകാലം ഈ ലോകത്തിൽ നടക്കും. അന്ന് നാം ഇവിടെ കാണത്തില്ല. ദൈവത്തിന് സ്തോത്രം. നാം എല്ലാവരും നിത്യതയിലായിരിക്കും എന്നുള്ള കാര്യം ഇന്ന് ഉച്ചകഴിഞ്ഞ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ. പ്രൈസ് ഗാഡ്. നമ്മുടെ രക്ഷ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. വിശുദ്ധരായി ജീവിക്കണം. എങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയും. പ്രൈസ് ഗാഡ്. 7 വർഷം കഴിഞ്ഞ ഉടനെ മധ്യാകാശത്തിൽ നിന്ന് കർത്താവും തന്നെ മണവാട്ടി സഭയും ഈ ലോകത്തിലേക്ക് വരികയാണ്. എന്തിനു വേണ്ടിയാണ്? 1000 ആണ്ട് വാഴ്ച ഈ ലോകത്തിൽ നടക്കുവാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ വെളിപ്പാട് പുസ്തകമൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് അത് വളരെ വ്യക്തമായി കാണുവാനായി കഴിയും. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം 1000 ആണ്ട് വാഴ്ചയിൽ പിടിച്ചു കെട്ടിയ സാത്താനെ അഴിച്ചു വിടുന്നതായി കാണുവാനായി കഴിയും. അന്നാണ് ഹർമഗദോൻ യുദ്ധം, വലിയ യുദ്ധം നടക്കുവാനായി പോകുന്നത്. ലോകത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം ഈ പദപ്രയോഗം വളരെ നിശ്ചയമാണ്. ഹർമഗദോൻ. സ്തോത്രം. ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ അമേരിക്കയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ കൂടുതൽ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് ഹർമഗദോൻ. പക്ഷേ എന്താണെന്നുള്ളത് അവർക്കാർക്കും അറിയത്തില്ല. സ്തോത്രം. ഏതോ ബിഗ് സംഭവം നടക്കാൻ പോകുന്നു എന്നുള്ള ചിന്തയിലാണ് അവർ ഓർപ്പിക്കുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് അത്രയും പാണ്ഡിത്യമൊന്നും ഇല്ലെങ്കിലും വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും സാമാന്യ വിദ്യാഭ്യാസവും എഴുത്തും വായനയൊക്കെ അറിയാവുന്ന പാവപ്പെട്ട നമുക്ക് ഹർമഗദോൻ എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ആ ഒരു വെളിപ്പാട് ദൈവം നമുക്ക് തന്നു. പ്രൈസ് ഗാഡ്. അത് നമ്മുടെ മിടുക്കോ കഴിവോ ഒന്നുമല്ല. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്നത് മുഖാന്തരം ലഭിച്ചതാണ്. പ്രൈസ് ഗാഡ്. ഹർമഗദോൻ യുദ്ധത്തിലെ സാത്താനെയും സൈന്യത്തെയും കർത്താവ് തൻ്റെ ശ്വാസത്താൽ ഒടുക്കിക്കളയുന്നതായി കാണുവാനായി കഴിയും. അതിനുശേഷമാണ് ദൈവത്തിന് സ്തോത്രം ഈ ഭൂമിയെ നവീകരിക്കുവാൻ പോകുകയാണ്. സ്തോത്രം. തീ കൊണ്ട് ഈ ഭൂമിയെ നവീകരിക്കും. കാരണം പാപഭംഗിലമായ ഈ ലോകത്തെ പാപരഹിതമായിട്ടൊരു ലോകമാക്കി തീർക്കുവാൻ ഈ ലോകത്തെ തീ കൊണ്ട് ശുദ്ധീകരിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നത്. പ്രൈസ് ഗാഡ്. അതിനുശേഷമാണ് പുതിയ ഭൂമിയും പുതിയ ആകാശവും. അങ്ങനെ നിത്യത നാം തുടരുകയാണ്. ആ നിത്യതയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ കണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഹല്ലേലൂയ. അവിടെ ചെല്ലുന്നിടം വരെ നമുക്ക് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിനെയൊക്കെ തരണം ചെയ്യുവാനുള്ള കഴിവും പ്രാപ്തിയും തന്ന്
അനുഗ്രഹമായി ഈ ലോകത്തിൽ നടത്തുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് ഇവിടെ കാണുവാനായി കഴിയുന്നു. ആ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തു. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം പ്രിയപ്പെട്ടവരെ. കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 6 കാര്യങ്ങൾ സവിസ്തരമായി ഇന്ന് രാവിലെ ഉച്ച കഴിഞ്ഞ് ഞാൻ ഓർപ്പിച്ചു. ജീസസ് ഈസ് പ്രേയിങ് ഫോർ അവർ സെക്യൂരിറ്റി. ജീസസ് ഈസ് പ്രേയിങ് ഫോർ അവർ സഫിഷ്യൻസി. ജീസസ് ഈസ് പ്രേയിങ് ഫോർ അവർ maturity. ജീസസ് ഈസ് പ്രേയിങ് ഫോർ അവർ മിനിസ്ട്രി. ജീസസ് ഈസ് പ്രേയിങ് ഫോർ അവർ യൂണിറ്റി. ജീസസ് ഈസ് പ്രേയിങ് ഫോർ അവർ ഡെസ്റ്റിനേഷൻ. ദൈവത്തിന് സ്തോത്രം. ഇനി നമ്മൾ ഭൂലോകത്ത് വെച്ച് കണ്ടില്ല എങ്കിൽ ആ സ്ഥലത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.